ഹലോ നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എങ്ങോട്ടേലും അടുത്തൊക്കെ നടന്നു പോവുകയാണെങ്കിൽ ഇതുപോലുള്ള ഇടവഴികൾ വളരെ നല്ലതാണ് കേട്ടോ. വാഹനങ്ങളുടെ ശല്യമില്ലാതെ സുഖമായിട്ട് പോകും. അപ്പോൾ ഇന്ന് നഴ്സറിയിലേക്കൊന്ന് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്താണ്. വേറെ എങ്ങോട്ടും പോകുന്നില്ലല്ലോ, റോഡ് എത്തിയിട്ടോ, മെയിൻ റോഡ് എത്തി. ഇതായി കാണുന്നതാണ് കേട്ടോ അലങ്കാർ തിയേറ്റർ. ഇപ്പോൾ പൂട്ടിക്കെടുക്കുവാണെങ്കിൽ നേരെ മുന്നിൽ കാണുന്നതാണ്. ഇപ്പോൾ പൂട്ടിക്കെടുക്കുകയാണ്, ആരും അങ്ങോട്ട് പോകാറില്ല, സിനിമയൊന്നുമില്ല. അപ്പോൾ പിന്നെ ലെഫ്റ്റിൽ കാണുന്നത് RV പാലസ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ നഴ്സറി ഉള്ളത്. അല്ല, ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയുണ്ടാവും, ഞാൻ അറിയാത്തവർക്കായിട്ട് വന്നതാണ്. അപ്പോൾ കുറച്ച് വളം വാങ്ങാനുണ്ടായിരുന്നു, അപ്പോൾ അതിനായിട്ട് പോയതാണ് കേട്ടോ. ചില സമയത്ത് അവിടെയൊക്കെ നന്നായി ഉണങ്ങിയ കിടക്കാറ്, പക്ഷേ ഇപ്പം നിറയെ സാധനങ്ങളുണ്ട് കേട്ടോ, നിറയെ ചെടികളുണ്ട്. പച്ചക്കറി കുറവാണേ. എനിക്കാണെങ്കിൽ പൂച്ചെടികളെക്കാളും ഒരു പൊടിക്ക് കൂടുതൽ ഇഷ്ടം പച്ചക്കറിയോടാണ്. അപ്പോൾ അത് പച്ചക്കറി പക്ഷേ അവിടെ കുറവാണ്. വേറെ ചെടികളൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ നടന്നു പോയതുകൊണ്ട് എനിക്കൊന്നും വാങ്ങിയാൽ പിന്നെ നടന്നിട്ട് പിടിച്ചു കൊണ്ടിരണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും അങ്ങനെയൊന്നും വാങ്ങിയില്ല. എനിക്ക് വളമാണ് വേണ്ടിയിരുന്നത്. വളം കുറച്ച് ഗ്രോ ബാഗ് വേണ്ടിയിരുന്നുള്ളൂ. അപ്പോൾ ഞാനത് വാങ്ങിച്ചു. എന്തായാലും നിറയെ സാധനങ്ങൾ വന്നിട്ടുണ്ട് അവിടെ. ഞാൻ കുറേ തവണ പോയപ്പോഴൊക്കെ ഉള്ളതിനേക്കാൾ കൂടുതൽ ചെടികളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിനടുത്തുള്ള നഴ്സറി. ഒരു കോഴി എന്നെ കണ്ടപ്പോൾ എണീറ്റിട്ട് പേടിച്ചിട്ട് എങ്ങോട്ട് ഓടും എന്ന് അറിയേണ്ട നിൽക്കട്ടെ. ഇവിടെ കോഴി പിന്നെ പക്ഷികളും മീനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വേറെ ഒന്നും അധികം കാണാനില്ല. അപ്പോൾ ഈ ഒരു കോഴിയെ മാത്രമേ കണ്ടുള്ളൂ. ഇപ്പോൾ മീനൊന്നും അധികം ഇല്ല. പിന്നെ വലിയ മരങ്ങളാവുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അറിയാം, നഴ്സറി ആകുമ്പോൾ അതൊക്കെ ഉണ്ടാവും എന്നറിയാം, ഞാൻ വെറുതെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നിറയെ ചെടികൾ വന്നിട്ടുണ്ടെന്നുള്ള വിവരം ഒന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ ഗ്രോ ബാഗും വാങ്ങിച്ചു, പിന്നെ വളവും വാങ്ങിച്ചു. ഞാൻ പറഞ്ഞല്ലോ, പച്ചക്കറി അധികം ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത്ര മാത്രമാണ് ഞാൻ വാങ്ങിയത്, കാരണം നടന്നു പോകുമ്പോൾ അതേ ശരിയാവുള്ളൂ. അങ്ങനെ അവിടുത്തെ തിരിച്ച് വീണ്ടും ആ ഇടവഴി കൂടെ തന്നെയാണ് കേട്ടോ ഞാൻ വന്നത്. അപ്പോൾ വരുന്ന വഴിയിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് വാങ്ങിക്കണമെന്ന് വിചാരിച്ചൊരു ചെടി ഞാൻ എന്ത് പണി ചെയ്തു, വരുന്ന വഴിയിലൊരു വീട്ടിൽ ആ ചെടി ഉണ്ടായിരുന്നു, അവിടെ നിന്ന് അത് വാങ്ങിച്ചു കിട്ടാം. അവിടെ നിറയെ നിൽക്കുന്നുണ്ട്. അവരാണെങ്കിൽ അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമുക്ക് പറിച്ചു തരാൻ ബുദ്ധിമുട്ടില്ല, കാരണം അങ്ങനെ ഭംഗിയിൽ വെച്ചിരിക്കുന്നില്ല, നിറയെ പടർന്നു പോയിക്കുക. അപ്പോൾ അതിൽ നിന്നൊരു കഷ്ണം ചെടി ഞാൻ വാങ്ങിച്ചു. പിന്നെ ചെടി കൊണ്ട് മനോഹരമായൊരു വീടുണ്ട് കേട്ടോ ഞങ്ങളവിടെ. ലെഫ്റ്റ് സൈഡിൽ ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല. അവിടെ നല്ല ഭംഗിയിലാണ് അവരെപ്പോഴും ചെടി വയ്ക്കുക. നല്ല ഭംഗിയുണ്ടാവും കാണാം. ഒക്കെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വയ്ക്കും. ഫുള്ളായിട്ട് കാണാൻ പറ്റില്ല, അവിടെ ആരോ ഉണ്ട് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെടി ഒരു സ്ഥലത്ത് പോയപ്പോൾ അവിടെ ചെടി പടർന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ചെടിയൊക്കെ പറിച്ചു തന്നു. അപ്പോൾ അതൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോവാണ്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.